ടോപ്പ് ആൻഡ് ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഫിഷ് കറിയാണ്. തേങ്ങ ചേർത്ത് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഫിഷ് കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, വളരെ സിമ്പിളാണ്. മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. മാത്രമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ഫിഷ് കറി തയ്യാറാക്കാനായി ഞാനിവിടെ 500 ഗ്രാമിൻ്റെ കേര മീനാണ് എടുത്തിട്ടുള്ളത്. വളരെ ഫ്രഷ് ആയിട്ടുള്ള മീനാണ്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഫിഷ് കറിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഐറ്റംസ് പരിചയപ്പെടാം. നമുക്ക് 3 പച്ചമുളക് വേണം, 5 ചെറിയ ഉള്ളി, ഒരു തക്കാളിപ്പഴം, അതുപോലെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവോള. കൂടാതെ നമുക്ക് മുളക് വേണം, പിരിയൻ മുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മല്ലിപ്പൊടി ആവശ്യമുണ്ട്. മുഴുവൻ ഉലുവയും പൊടിപ്പിച്ച ഉലുവയും എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ കാണിച്ചതായ 1/4 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് നമുക്ക് ചേർക്കാനുള്ളത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇത് അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഈ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് നമുക്കൊരു 4-5 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മൺചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എണ്ണ ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ ആയിരിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതേ ടൈമിൽ തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മുഴുവൻ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചതായ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1-2 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവോള കട്ട് ചെയ്ത് ചേർക്കാം. സവോള ചേർത്തതിന് ശേഷം നമുക്കിത് ഒരു 2 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചതായ ഒരു 3 പച്ചമുളക് ഉണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ഏകദേശം ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളിപ്പഴം കാണിച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ കട്ട് ചെയ്ത് ചേർക്കാം. 1-2 മിനിറ്റ് ഈ തക്കാളിപ്പഴവും ഇതിലിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ചതായ ആ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ മിക്സ് ഇതിൽ ചേർത്തതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കണം. വെള്ളം ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 2 മിനിറ്റോളം ഈ അരപ്പിനെ നന്നായിട്ടൊന്ന് ഈ ചട്ടിയിൽ നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഈ മീനിന് ടേസ്റ്റ് കുറച്ചുകൂടി നന്നായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ചിരുന്നതായ പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി നമുക്ക് ഇതിന് മതിയാകും. പുളി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മുഴുവൻ ഉലുവ ചേർത്തത് കൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കറിയാം ഈ ഒരു പുളിവെള്ളം കൊണ്ട് മാത്രം നമുക്ക് മീൻ വേകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് കൂടെ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളത്തിനേക്കാൾ ചൂടുവെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതായ മീൻ നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കാവൂ. എല്ലാ മീനും ഇതിലേക്ക് ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പം കറിവേപ്പില ചേർക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ. അതിനുശേഷം നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മീൻ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ പതുക്കെ ഒന്ന് കലക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വീണ്ടും ഇതിനെ അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മീനിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. മീൻ നല്ലതുപോലെ നന്നായിട്ട് ഒന്ന് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പതുക്കെ ഒന്ന് ഇളക്കി നമുക്ക് നോക്കാം.
ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി അതിൻ്റെ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ മീൻകറി തയ്യാറാക്കാം. ഇനി നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കി ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് നമ്മൾ തയ്യാറാക്കിയത്. ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് ഇന്ന് തയ്യാറാക്കിയത്. അവസാനമായി നമുക്കൊരല്പം കറിവേപ്പില കൂടെ ചേർത്ത് ഇതിനെ നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഫിഷ് കറി തയ്യാറാക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് ഇന്നത്തെ ഫിഷ് കറി നമ്മൾ തയ്യാറാക്കിയത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, വളരെ സൂപ്പറാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇതേ രീതിയിൽ ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ഈ ഫിഷ് കറി തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ കേര മീനാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് മറ്റേത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.